INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയനിലെ പ്രമുഖ നേതാക്കൾ. കശുവണ്ടി അഴിമതി കേസിൽ ചന്ദ്രശേഖരനെതിരെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കോടതിക്ക് കൈമാറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. പണം തട്ടാനുള്ള കേന്ദ്രമായി ചന്ദ്രശേഖരൻ പ്രസ്ഥാനത്തെ മാറ്റിയെന്നും അഴിമതിക്കാരെ ഇനി ചുമക്കാനാകില്ലെന്നും നേതാക്കൾ. അഖിലേന്ത്യാ തല സംസ്ഥാനതല നേതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമാണ്. 3,47,00,000 തൊഴിലാളികളെ സെൻട്രൽ ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ കേരളത്തിലെ INTUC നയിക്കുന്നത് ശ്രീ ആർ ചന്ദ്രശേഖരനാണ്. അദ്ദേഹം 2007 പ്രസിഡന്റായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഗണ്യമായ മാറ്റം വന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകൾ ഭാരവാഹിയൊക്കെ അല്ലാത്തവരൊക്കെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കാൻ കൂട്ടായിട്ടുള്ള ആലോചനയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി അതിനെ ആസ്വദിച്ചു. ഇതിനു മുൻപ് കൊല്ലം MB ആയിരുന്ന BK നായർ, CM സ്റ്റീഫൻ, PP മരക്കാരൻ, സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ ഇരുന്നപ്പോഴൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി പ്രസിഡന്റായതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി അഴിമതി കേസിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇത് ഒരു ഗുരുതര സാഹചര്യം വന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ചന്ദ്രശേഖരനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തില്ല. പക്ഷേ UDF സർക്കാർ വന്നപ്പോൾ ശ്രീ VD സതീശൻ വളരെ നിഷ്പക്ഷമായ രീതിയിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള ഒരു നിലപാട് വിട്ടുകൊണ്ട് അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളുണ്ട്. ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ 2007 മുതൽ കയറി ഇരുന്നിട്ട് ഇപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഇരിപ്പില്ല. കാരണം ഞങ്ങളുടെ ഓരോ പാവപ്പെട്ട തൊഴിലാളിയും ഞങ്ങൾ നേതാക്കന്മാർ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ, അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയിൽ 2 പിരിവ് കൊടുത്ത ആളാണ് ഞാൻ. അതുപോലെ ഈ ഇരിക്കുന്ന 1-2 പേര്. അങ്ങനെ എല്ലാവരിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ നീക്കുന്ന ഒരവസ്ഥയാണ്. പുള്ളിക്ക് പറ്റാത്തവരെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ അയാളെ നീക്കം ചെയ്തിരിക്കുന്നു എന്ന് നോട്ടീസ് പോലും കൊടുക്കാതെ പിന്നെ കമ്മിറ്റി യോഗത്തിൽ വിളിക്കാറില്ല. അതിനൊക്കെതിരെ ഉള്ള ശക്തമായ ഒരു പോരാട്ടം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ല. കാരണം 1.5 കോടിയോളം രൂപ കൊടുത്തിട്ടാണ് ഞങ്ങളൊരു കെട്ടിടം വാങ്ങിയത് തിരുവനന്തപുരത്ത്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മുട്ടത്തറ എന്ന സ്ഥലത്ത് ഹൈവേയുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ അവസ്ഥ എന്താണെന്നറിയോ, അവിടെ പ്ലെയിൻ കീഴോട്ടിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ചുളുവിലൊക്കെ പുള്ളി അത് വാങ്ങിച്ചിട്ട് ഞങ്ങളവിടെ എന്ന് പറഞ്ഞ് 1.5 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നതാണ്. വാങ്ങിയിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒഴിച്ച് ബാക്കി ഉള്ളത് ഇടിച്ചു നിരത്തി ഗുരുതരമായ കണ്ട വേദന നോക്കുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. ആ അവസ്ഥയിൽ ഒരു ഇരിപ്പിടം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ വാടക കെട്ടിടത്താണെങ്കിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നേരം അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാമായിരുന്നു. ഇപ്പോൾ അതുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് INTUCയുടെ അധപതനത്തിന് കാരണമായ ആളെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോസിക്യൂഷൻ നടപടി പ്രസ്ഥാനം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചന്ദ്രശേഖരൻ മാത്രം അനുഭവിച്ചാൽ മതി. ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അഴിമതിക്കും കൂട്ടി നിൽക്കുകയില്ല. കശുവണ്ടി അഴിമതി കേസ് വന്നപ്പോഴും ഞങ്ങൾ അന്നേരോട് രാജിവെക്കാൻ പറഞ്ഞതാണ്. അതൊന്നും ചെയ്യാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ നടപടിക്കെതിരെ അതിശക്തമായ ഒരു പ്രയാണമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് നിങ്ങളെപ്പോലുള്ള വാർത്താമാധ്യമ സുഹൃത്തുക്കളുടെ സഹായ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതെല്ലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ചന്ദ്രശേഖർ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഏകദേശം 16 വർഷം ആവുകയാണ്. 19 വർഷമായി. കേരളത്തിൽ പല പ്രസിഡന്റുമാരും ഇരുന്നിട്ടുണ്ട്. പക്ഷെ തൊഴിലാളികളെയും ജനങ്ങളെയും ഇത്രമാത്രം ദ്രോഹിച്ച ഒരു പ്രസിഡന്റ് കേരളത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ അദ്ദേഹം പ്രസിഡന്റായപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്തവരാണ്.
അപ്പോൾ കൂടെ നിൽക്കുന്ന ഭാരവാഹികളെ അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കി എത്രമാത്രം ക്യാഷ് അവരിൽ നിന്ന് ഈടാക്കാൻ കഴിയുമോ അത് ഒരു സൈഡിലൂടെ ശ്രമിക്കും. അതുപോലെ ഓരോ യൂണിയനുകളും അവരുടെ തൊഴിലാളികളുടെ അംഗസംഖ്യ അനുസരിച്ച് ഡൽഹിയിൽ അഫിലിയേഷൻ ഫീ അടയ്ക്കണം. അങ്ങനെ അഫിലിയേഷൻ ഫീ അടയ്ക്കുന്ന സംഘടനകൾക്ക് 100-ൽ ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ ജനറൽ ബോഡി യോഗം കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുക. അവർക്ക് വോട്ടിംഗ് പവറുണ്ട്. അതുപോലെ 500-ൽ ഒരാൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക്, 5000-ൽ ഒരാൾ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുക. പക്ഷേ അദ്ദേഹം കുറച്ച് ഫോക്കസ് സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ട് INTC-യുമായി പുലബന്ധമില്ലാത്തവരെ സമീപിക്കുകയാണ്. നിങ്ങളൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവരാം, അഖിലേന്ത്യാ കമ്മിറ്റിയിൽ കൊണ്ടുവരാം, ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ അഴിമതിയാണ് ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകളിൽ യൂണിയന് ഓരോ യൂണിയനുകൾക്കും അതിൻ്റെ പ്രതിനിധികളെ വയ്ക്കാനുള്ള അധികാരമുണ്ട്. ബോർഡ് മെമ്പറായി, ബോർഡ് ചെയർമാനായി, ക്ഷേമനിധി ബോർഡുകളിൽ. അപ്പോൾ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നതിന് അദ്ദേഹം വാങ്ങിക്കുന്നത് വലിയ എമൗണ്ടാണ്. ഡയറക്റ്റ് ബോർഡ് മെമ്പറായി വരണമെന്നുണ്ടെങ്കിൽ അതിനും ലക്ഷങ്ങൾ കൊടുക്കണം. ഭാരവാഹിയായിട്ട് വരുന്നതിന് കാശ് വാങ്ങുക, ഡയറക്റ്റ് ബോർഡ് അംഗങ്ങളായി വരുന്നവർ അവരിൽ നിന്ന് കാശ് വാങ്ങുക. അതുപോലെ ട്രേഡ് യൂണിയനകത്ത് ഏതെങ്കിലും ഒരു യൂണിയനെ പ്രതികരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ജില്ലാ കമ്മിറ്റിയിലേക്കോ വരുന്നവർ അവരിൽ നിന്ന് കാശ് വാങ്ങുക. അദ്ദേഹം ചെയർമാനായിരുന്ന കശുവണ്ടി കോർപ്പറേഷനിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, ഒരിക്കലും ഇത്രയും വലിയൊരു അഴിമതിക്ക് കൂട്ടു നിൽക്കാനോ നടത്തുവാനോ ഒരു ട്രേഡ് യൂണിയൻ നേതാവിനും കഴിയില്ല. അപ്പം അങ്ങനെ ഒരാൾ ഇതിനകത്ത് വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നു. അപ്പം അദ്ദേഹത്തെ പുറത്താക്കുന്നത് ഇപ്പം പരസ്യമായി, നമ്മുടെ രഹസ്യമായി അതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയെങ്കിലും ഇനി പരസ്യമായി രംഗത്ത് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്താനായിട്ട് ശ്രീ ഹരിദാസ് വക്കീലിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചത്. ഇതിനുശേഷം നമ്മൾ അധ്യാപകർ കൂടുന്നുണ്ട്. കേരള വ്യാപകമായി ഉള്ള ശക്തമായ പ്രക്ഷോഭണ പരിപാടി. അദ്ദേഹത്തെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചു, അഡ്ഹോക് കമ്മിറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. KPCCക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം INTC-യുടെ ഭരണഘടന അനുസരിച്ച് സോണിയാഗാന്ധിക്ക് പോലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും AICC പ്രസിഡന്റ് പോലും അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭരണഘടന, INTC-യുടെ ഭരണഘടന അങ്ങനെയാണ്. INTC-യുടെ ഭരണഘടന അനുസരിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലെ തീരുമാനമനുസരിച്ച് മാത്രമേ അഖിലേന്ത്യാ പ്രസിഡന്റ് സജീവ് റെഡ്ഡിക്ക് പുറത്താൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ 96 വയസ്സായി. അദ്ദേഹത്തെയും നമ്മൾ അദ്ദേഹത്തെ മാറ്റി പുതിയൊരാൾ വരണം എന്നുള്ള ഒരു അഭിപ്രായം വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ട്. അത് അദ്ദേഹം തന്നെ സ്വയം ആര് വരണം എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം മാറ്റണമെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിന് പ്രായം കൂടുതൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കർശനമായ പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പുറകോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഉടനെ പ്രഖ്യാപിക്കും. പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് കടിച്ചു തൂങ്ങി ഇപ്പോഴും നിൽക്കുന്നു. പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നീക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ KPCCയുടെ പുതിയ പ്രസിഡന്റ് വന്നെങ്കിൽ മാത്രമേ അതിനുള്ള നടപടികളും തുടരുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് വേണമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഇത് നമ്മൾ അധ്യാപകരിൽ കൂടുന്നുണ്ട്. ഈ കാര്യം കൂടി നിങ്ങൾ അറിയിക്കുക. ചന്ദ്രശേഖരൻ INTC-യുടെ പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പും
ബോഗസ് മെമ്പർഷിപ്പ് വെച്ച് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം തന്നെ പെട്ടിയും താക്കോലും കൈവശം വെച്ച് അദ്ദേഹം യൂണിയൻ അംഗീകാരം കൊടുക്കുന്നു. കംപ്ലൈൻറ്റ് കൊടുത്താൽ അതെല്ലാം തള്ളിക്കളയുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ലിസ്റ്റ് പുറത്തു കൊടുക്കുന്നു. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. പക്ഷേ KT ഹരിദാസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തിട്ട് അന്നൊരു കോംപ്രമൈസ് ഉണ്ടാക്കി 1 വർഷം കഴിയുമ്പോൾ മാറാമെന്ന അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ വെച്ച് ലാസ്റ്റ് ഇലക്ഷൻ നടന്നത്. അതും ബോഗസ് മെമ്പർഷിപ്പാണ്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറും ശ്രീ ആര്യാടൻ മോഹൻ സാറും ഇതിനകത്ത് ഇടപെട്ട് ഒരു കോംപ്രമൈസ് എറണാകുളത്ത് വെച്ചുണ്ടായത്. അപ്പോൾ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ തെരഞ്ഞെടുപ്പിലൊക്കെ ബോഗസ് മെമ്പർഷിപ്പ് വെച്ച് യഥാർത്ഥ തൊഴിലാളി പ്രാതിനിധ്യം കൊടുക്കാതെ അദ്ദേഹം ഉണ്ടാക്കുന്ന യൂണിയന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളൂ. ആ ഇലക്ഷനൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതേ അല്ല. ഈ കശുവണ്ടി അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം 3 വർഷക്കാലമേ ചെയർമാനായിട്ടിരുന്നുള്ളൂ. ആ 3 വർഷക്കാലത്താണ് ഈ 15 വർഷത്തെ അഴിമതി ഞാനിങ്ങനെ നടത്തുന്നത്, എൻ്റെ ബോർഡാണ് ഇതെല്ലാം തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം അത് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ അദ്ദേഹം വിട്ടുപോവുകയാണ്. ആ വിട്ടുപോകുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ എല്ലാ അന്വേഷണ ഏജൻസികളും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇങ്ങനെ കുറ്റക്കാരനായിട്ട് കണ്ടുകൊണ്ടും പ്രോസിക്യൂഷന് വിധേയനാകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇവരൊന്നും നോക്കിയിട്ട് അന്വേഷിച്ചിട്ടും പുള്ളി അഴിമതി കാണിച്ചിട്ടില്ലെന്ന് ഒരു നാണമില്ലാതെ പ്രിയപ്പെട്ട പത്രലേഖന്മാരുടെയും ചാനൽ നേതാക്കളുടെ ചാനലുകളോടും പറയാൻ ഇദ്ദേഹം കാണിക്കുന്ന തൊലിക്കൊട്ട് തന്നെയാണ് കഴിഞ്ഞ 19 വർഷമായി INTUC പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ഭരണകാലത്ത് INTUCയുടെ പേരിലുള്ള ഒരു സമരവും സർക്കാരിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ സമരം ചൂണ്ടിക്കാണിക്കാനില്ല. ഞങ്ങളൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോൾ അത് എന്തെങ്കിലും ഒരു ധർണ ആരെക്കൊണ്ടെങ്കിലും ഏതെങ്കിലും യൂണിയൻകാരെ കൊണ്ട് നടത്തും, അത്ര തന്നെ അവിടെ നിന്ന് അവസാനിപ്പിക്കും. അതുപോലെ നമുക്കറിയാമല്ലോ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേരളം ഒട്ടാകെ നിന്നപ്പോൾ ചന്ദ്രശേഖരൻ അവർക്കെതിരായിട്ട് നിന്നു. അവിടെ ചർച്ച വിളിച്ചപ്പം മുഖ്യമന്ത്രി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് അനുകൂലമായി അദ്ദേഹം ആ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചു. അങ്ങനെ എവിടെയൊക്കെ ഗവൺമെന്റിനെ സഹായിക്കാൻ കഴിഞ്ഞോ ഇടതുപക്ഷ ഭരണകാലത്തിൽ അതൊക്കെ ചെയ്ത അദ്ദേഹം ഇപ്പോൾ പ്രോസിക്യൂഷന് വിധേയനായി. INTUCയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയുടെ 299 നമ്പർ തീരുമാനപ്രകാരവും വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും 300 വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അത് 300 ഒന്നും കൂടെ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേസിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് INTUCയുടെ ഒരു സ്ഥാനവും വഹിക്കാൻ അർഹതയില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്താൽ തന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടതാണ്. അദ്ദേഹം സ്വയം രാജിവെച്ച് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചന്ദ്രശേഖരന്റെ സ്വഭാവം അനുസരിച്ച് സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഇന്ന് ഞങ്ങൾ കൂടുന്ന യോഗത്തിനകത്ത് കേരളമൊട്ടാകെ അതിശക്തമായ INTUCയുടെ പ്രതിഷേധ നിര ഉയർത്താനുള്ള തീരുമാനം കൂടി ഞങ്ങൾക്കെല്ലാമാണ് ആലോചിക്കുന്നത്. ഈ KACBയിലോ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിയനെ പിളർത്തി ശ്രീ ചന്ദ്രശേഖരൻ. അതുപോലെ മിന്മയിലെ യൂണിയനെ പിളർത്തി. ഇപ്പൊ കേരളത്തിൽ എവിടെ ശക്തമായ ഒരു യൂണിയൻ ഉണ്ടോ ആ യൂണിയനുകളെ പുള്ളിക്ക് വേണം. അതിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്. അങ്ങനെ കേരളത്തിലുള്ള INTUCയുടെ എല്ലാ യൂണിയനുകളും ഈ അടുത്തിടയ്ക്ക് കൺസ്യൂമർ ഫെഡിന്റെ യൂണിയനെ പിളർത്തി. പോകുന്ന പോക്കിന് അതോടെ പിളർത്തിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ കേരളത്തിലെ INTUC പ്രസ്ഥാനത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് ശ്രീ ചന്ദ്രശേഖരൻ തീരുമാനിച്ചത്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയന് പിന്തുണ നൽകിക്കൊണ്ടാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞു. സാധാരണ കെട്ടിടം പണിയാനാണ് നമ്മളൊക്കെ പിരിക്കുന്നത്. കെട്ടിടം പൊളിക്കാൻ പിരിച്ചു എന്നുള്ള ഒരു ഖ്യാതിയും കൂടെ അദ്ദേഹത്തിനുണ്ട്. പിരിവെടുത്ത് പണിത കെട്ടിടം അതിന്റെ ഏതാനും ഭാഗങ്ങൾ പൊളിക്കേണ്ടി വന്നപ്പോൾ അതിനു വേണ്ടി പിരിവെടുത്തു. പിന്നെ ഇവിടെ INTUCയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി തീരുമാനം പറഞ്ഞു 299-300. ആ വർക്കിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം അഴിമതി ആരോപണത്തിൽ വരുന്ന വ്യക്തിക്ക് സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അത് ബൈലോ അനുസരിച്ചും വർക്കിംഗ് കമ്മിറ്റി തീരുമാനം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഉടൻ രാജിവെക്കേണ്ടതാണ്. ഇത് കാരണം ഇന്നലെ പ്രോസിക്യൂഷൻ ഓർഡർ കേരള ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചു. ആ പ്രോസിക്യൂഷൻ അഫിഡവിറ്റിനകത്ത് പറയുന്നത് പ്രഥമ ദൃഷ്ട്യ അഴിമതി നടന്നുവെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു എന്ന്. അപ്പോൾ കശുവണ്ടി കേസിൽ അഴിമതി നടന്നുവെന്ന് കേരള ഗവൺമെന്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെന്റ് പ്രോസിക്യൂഷൻ ഉത്തരവ് അനുമതി നൽകിയത്. അപ്പോൾ അദ്ദേഹം അഴിമതിക്കാരനായി മാറി. ആദ്യം അങ്ങനെ സർക്കാർ അറിയാതെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ ഒരു മറുപടി കൊടുത്തിരുന്നു. അത് തെറ്റായതുകൊണ്ടാണല്ലോ തിരുത്തി കൊടുത്തു. ഇന്നലെ സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെക്രട്ടറി വ്യവസായ സെക്രട്ടറി മാപ്പപേക്ഷ കൊടുക്കുകയും ചെയ്തു.
അത് ഗവൺമെന്റ് തലത്തിൽ അറിയാതെ പെട്ടെന്ന് സെക്രട്ടറി തലത്തിൽ കൊടുത്തതാണ്. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റിനെ അല്ല അവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വ്യവസായ സെക്രട്ടറി മാപ്പപേക്ഷ കൊടുക്കുക ചെയ്തത്, അദ്ദേഹമാണ് മാപ്പിന് അപേക്ഷിച്ചത്. ഇന്നലെ തിരുത്തിയും കൊടുത്തു. അപ്പം പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നോ അഴിമതി നടന്നിട്ടുണ്ടെന്നോ ഇന്നലെ തിരുത്തി കൊടുത്തു അവിടെ വെച്ച്. ഇനിയിപ്പം പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇല്ല, തിരുത്തി കൊടുത്തു കഴിഞ്ഞ് കോടതി. അതായത് ഗവൺമെന്റ് ക്യാബിനറ്റിൽ വെച്ച് തന്നെ നടപടി സ്വീകരിക്കാനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷെ ആ ഓർഡർ എഴുതി അഡ്വക്കേറ്റ് ജനറൽ ആ ഓർഡർ കിട്ടിയപ്പോൾ അത് തെറ്റാണെന്ന് കണ്ടതുകൊണ്ട് മുഖ്യമന്ത്രി അറിയിക്കുകയും മുഖ്യമന്ത്രി ആ ഓർഡർ കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ ഓർഡർ നിയമവിരുദ്ധമായി പ്രതിയുടെ കൈ കിട്ടി. പ്രതി അന്ന് 12 മണിക്ക് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ആ ഓർഡർ പുറത്തുവിട്ടു. അപ്പൊ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നിർദ്ദേശിച്ച ഓർഡർ തെറ്റായി തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിൽ എത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അത് കൊടുത്തില്ല, ഗവൺമെന്റിനെ അറിയിച്ചു. ഗവൺമെന്റ് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഓർഡർ പ്രതി ചന്ദ്രശേഖരൻ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ടപ്പോൾ പരാതിക്കാരൻ നമ്മുടെ മനോജ് കടകംപള്ളി അത് സർക്കാർ ഉദ്യോഗസ്ഥൻ കാണിച്ചത് നിയമവിരുദ്ധമായ കോർപ്പറേഷൻ നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പരാതി കൊടുത്തു. അങ്ങനെയാണ് ആ ഓർഡർ കോടതി വന്നത്. ഒരിക്കലും ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് തിരുത്തിയാണ് ഓർഡർ കൊടുത്തത്. ആ ഓർഡറിന്മേലാണ് ഇപ്പൊ പ്രോസിക്യൂഷൻ നടപടി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പക്ഷേ ഇനിയിപ്പോ നാളെ വരാൻ പോകുന്നത് ഈ മാപ്പപേക്ഷ സ്വീകരിക്കണോ അതോ അത് പ്രൊസീഡ് ചെയ്യണോ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ചന്ദ്രശേഖരനെ സംബന്ധിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പ്രഥമ ദൃഷ്ടി അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് ഗവൺമെന്റിന് ബോധ്യമായി. വിവിധ ഏജൻസികളായ ക്രൈംബ്രാഞ്ച്, അഡ്വക്കേറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി, എല്ലാ അന്വേഷണ ഏജൻസികളും കുറ്റക്കാരനാണെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയിരിക്കുക. അതുകൊണ്ട് ഒന്നാം പ്രതിയായിരുന്ന കാസിം നന്ദു, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട്. 2ാം പ്രതി ശ്രീ ചന്ദ്രശേഖരൻ, 3ാം പ്രതി രതീഷ്. അപ്പൊ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ വിചാരണ നേരിടണമെന്നായി പറയുന്നത്. ഇതിനകത്ത് അഴിമതി കണ്ടെത്തി, അതെ, വിചാരണ നേരിടണോ എന്നാണ് പറയുന്നത്. അതിന് പോലും തയ്യാറല്ല. പക്ഷെ ഈ അടുത്തിടയ്ക്ക് ചന്ദ്രശേഖരൻ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടായാലും നേരിടുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷവും കേസിന്മേൽ കേസും അപ്പീലുമായിട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. സുപ്രീം കോടതി വരെ പോയി. സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഓർഡർ വന്നപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറയുന്നു ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ പറയുന്നു. ഡിവിഷൻ ബെഞ്ച് പറയുന്നു സിംഗിൾ ബെഞ്ചിൽ പോകാൻ പറയുന്നു. അങ്ങനെ അവസാനം അതേ കോടതി തന്നെ വരികയായിരുന്നു. അങ്ങനെ അഴിമതി പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം INUC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. INUC എന്നുള്ളത് ഒരു വലിയ പ്രസ്ഥാനമാണ്. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡ് യൂണിയനാണ്. കോൺഗ്രസ് സംഘടനയല്ല, പക്ഷേ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡ് യൂണിയനാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനകൾക്കും മാനക്കേട് ഉണ്ടാക്കുന്ന നടപടികൾ അദ്ദേഹം അത് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നാൽ അത് INUCക്ക് തന്നെ ഒരു അഭ്യാസ്യമാണ്. അദ്ദേഹം അതുകൊണ്ട് ആ സ്ഥാനം രാജിവെക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളെ പോലെയുള്ള യുവതലമുറ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ ആരെ കണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളതും കൂടി ഞങ്ങളൊരു ചോദ്യം ഉന്നയിക്കുക. INUC പ്രസ്ഥാനത്ത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആരെ കണ്ടാണ് വളരേണ്ടത്, ഞങ്ങൾ ആരെ മാതൃകയാക്കിയാണ് വളരേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ശ്രീ R ചന്ദ്രശേഖരൻ മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് കുറ്റാരോപിതനായി പ്രോസിക്യൂഷൻ അനുമതി നേരിടാൻ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും അതേപോലെയുള്ള INUC തൊഴിലാളി പ്രസ്ഥാനത്തോട് സ്നേഹമുള്ള ഒരു തൊഴിലാളിയും അദ്ദേഹം അവിടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ അവസരത്തിൽ പറയാനുള്ളത്, ആവശ്യപ്പെടാൻ. ഞങ്ങൾ മുന്നോട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് INUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടുത്ത് ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഞങ്ങൾ നിവേദനം കൊടുക്കും. KPCC പ്രസിഡന്റിന് നിവേദനം കൊടുക്കും. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കും. അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൊടുക്കും. പിന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചാർജുള്ള KC വേണുഗോപാൽ അവർക്കും ഞങ്ങൾ ഇത്രയും പേർക്ക് പരാതി അടിയന്തരമായി ഞങ്ങൾ കൊടുക്കും. അതിനുശേഷമായിരിക്കും ഞാൻ